ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം ഈ കൂട്ടായ്മ മധ്യേയും ഈ സായാഹ്നത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവനാമം കേൾക്കുവാനും ദൈവവചനം പഠിക്കുവാനും അല്പസമയം അവിടുത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് നമുക്ക് കടന്നു വരുവാനായിട്ട് ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മ ഈ ആഴ്ചകളിൽ റോമാലേഖനത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചു വരുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഏതാനും ആഴ്ചകളായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷകളെ, ദൈവമക്കളിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചാണ് ഈ ആദ്യത്തെ 17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്നത്. 14-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷകളിൽ ശ്രേഷ്ഠമായ പ്രാധാന്യമേറിയ ഒരു ശുശ്രൂഷയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്കൊരു ബോധ്യവും ഉറപ്പും തിരിച്ചറിവും തരുന്നു. എന്ത്? നാം ദൈവ മക്കളെന്ന്. ഞാന് ഒരു ദൈവ മകനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്ക് തകർന്നു തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദറെ, അത് എങ്ങനെയാ എനിക്കത് ബോധ്യമാകുന്നത്? എങ്ങനെയാ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്? ഞാനൊരു ദൈവ മകനാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാക്കാം? ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ ലഭിക്കും? എനിക്ക് എങ്ങനെ മനസ്സിലാകും? ഒന്നാമത് പുസ്തകം പറയുക, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാകും. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തും. ദൈവത്തിന്റെ ആത്മാവിന്റെ മർമറിങ്സ് അനുസരിച്ച്, അത് കേട്ട് അതനുസരിച്ചിട്ട് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവ മക്കൾ എന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. അതവിടെ ഒന്നാമത് പറയുന്നത്. രണ്ടാമത് അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരുന്ന ഭയം മാറും, സ്വാതന്ത്ര്യം ലഭിക്കും. നമ്മളും ദൈവ മക്കളും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു ഭയത്തിൽ നിന്നുള്ളതല്ല, അപ്പൻ മക്കൾ എന്ന ആ റിലേഷൻഷിപ്പിൽ നമുക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്. ആ സ്വാതന്ത്ര്യം എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം ദൈവ മകൻ അല്ലെങ്കിൽ മകൾ എന്ന ഗണത്തിലുള്ളവരാണ്. ഈ 2 കാര്യങ്ങളാ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ അതിന്റെ 3-ാമത്തെയും 4 കാര്യങ്ങൾ അവിടെ നമുക്ക് തരുന്ന ബോധ്യം, 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാം. അതിന്റെ 3-ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ, എൻ്റെ ഉള്ളത്തിൽ ഞാനൊരു ദൈവ മകനാണെന്നുള്ള ബോധ്യം എനിക്ക് തരുന്നത്, അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളത് ദൈവം എന്നെ നടത്തും. ദൈവം നടത്തുന്ന അത് കേട്ട് എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? 2, എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഭയം വിട്ട് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്നേഹബന്ധം, സ്നേഹത്തിൽ നിന്നുള്ളാവുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? 3-ാമത് അതിന്റെ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നാം കാണുന്നതാണ് 15-16 വാക്യങ്ങളിൽ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
പുത്രത്വത്തിന്റെ ആത്മാവ്. എൻ്റെ പ്രിയരെ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം ഇന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്ബാ, അപ്പാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. കാരണം ഈ ചിന്ത നമ്മുടെ ഉള്ളങ്ങളിൽ പതിയണം. ഈ ചിന്ത നമ്മളെ ഭരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം ഈ നിലയിലാണോ എന്ന് നമുക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് വിചിന്തനം ചെയ്യണം. ഹല്ലേലൂയ. എന്റെ ഒരു യഹൂദൻ പോലും he would never ever dare to call God, Lord Jehovah as Father. ഒരു യഹൂദനും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് ധൈര്യപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന്? നമ്മൾ വന്നു പാർക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ പോലും, ഈ മതക്കാരും ദൈവത്തെ എന്ത് വിളിക്കുന്നില്ല? പിതാവേ, അപ്പ എന്ന് വിളിക്കുന്നില്ല. എന്റെ പ്രിയരെ, പിതാപുത്ര ബന്ധമെന്ന അനുഗ്രഹീതമായ ബന്ധം ക്രിസ്തു മാർഗത്തിന്റെ സവിശേഷതയാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവ മക്കൾക്കുള്ള ഒരു പ്രിവിലേജാണ്. ശരിക്കും നാം ഒരു ദൈവ മകനാണെങ്കിൽ മാത്രമേ ഉള്ളങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നോക്കി സർവശക്തനായവനെ, സർവവ്യാപിയും സർവജ്ഞാനിയും സകലത്തെയും തന്റെ വാക്കുകൊണ്ടുണ്ടാക്കിയവനും താൻ മാത്രം അമർത്തിനും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് സകലത്തെയും വഹിക്കുന്നവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ സർവശക്തനായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ എന്റെ പ്രിയരെ നമുക്ക് മാത്രമേ സാധിക്കൂ. നമുക്കുള്ള സവിശേഷത, നമുക്കുള്ള ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് നമുക്ക് മാത്രമുള്ള പദവിയാ. എന്റെ പ്രിയരെ, എന്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവമകനാകുന്നതിന് മുൻപ് ഞാൻ ഒരിക്കലും ദൈവത്തെ അപ്പ എന്ന് വിളിച്ചില്ല, അപ്പച്ച എന്ന് വിളിച്ചിട്ടില്ല. അതുള്ളങ്ങളിൽ നിന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്ക് വരത്തില്ലായിരുന്നു. ആ ബന്ധത്തിലേക്ക് വന്നവർക്ക് മാത്രമേ അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും ഇതേ പദപ്രയോഗം തന്നെയാ ഉപയോഗിച്ചത്. ഹല്ലേലൂയ. നമുക്ക് തന്ന മാതൃകയും നാം ഈ ബന്ധത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഈ ബന്ധത്തിന്റെ മാധുര്യം നാം അനുഭവിക്കണം. ഈ ബന്ധത്തിന്റെ മാധുര്യം നാം തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാ. ഹല്ലേലൂയ. ക്രൂശിലൊഴികെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ മൊഴി ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷങ്ങളിൽ നാം കാണുന്നു നമ്മുടെ കർത്താവ് എപ്പോഴും ദൈവത്തെ അഡ്രസ് ചെയ്തിരുന്നത് പിതാവേ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ. അങ്ങനെയെങ്കിൽ നമുക്ക് തന്ന മാതൃക ഈ ഒരു ബന്ധം നമ്മളിൽ ഉണ്ടാവണം പ്രിയരെ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. പിതാവേ. ഇതൊരു ഫോർമൽ അഡ്രസ് ഒന്നുമല്ല കേട്ടോ പിതാവേ എന്ന് പറയുന്നത്. അബ്ബ എന്ന ആരാമ്യ പദത്തിൽ അതൊരു കൊളോക്കിയൽ യൂസേജ് ആണ്. അബ്ബ മീൻസ് എന്നുവെച്ചാൽ അബ്ബ എന്ന് പറയുമ്പോൾ അതതിന്റെ ഒറിജിനൽ ലാംഗ്വേജില് ഇപ്പൊ നമ്മുടെ വീട്ടില്
നമ്മുടെ അപ്പനെ അമ്മയും എൻ്റെ പിതാവേ അങ്ങനെയൊന്നുമല്ല വിളിക്കുന്നല്ലേ? ആണോ? അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുന്നത്? അപ്പച്ച, അച്ചാച്ച, ഇച്ചാച്ച, പപ്പ എന്നൊക്കെയല്ലേ? ഇതെല്ലാം വീട്ടിനകത്തുള്ളതാ. എന്ന് വെച്ചാ ഭവനത്തിലുള്ള വിളിയ, മറച്ചുകിട്ടില്ലാത്ത, യാതൊരു ഔപചാരികതയും ഇല്ലാത്ത ഇന്റിമേറ്റായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ കർത്താവ് ദൈവത്തെ പിതാവ് എന്ന് അഡ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് അർത്ഥമാക്കിയിരുന്നത്. ആ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്റെ പ്രിയരെ, നമ്മുടെ കോൾ ഈ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്കാണ്. ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അനുഭവിക്കുന്നവരാണ് എങ്കിൽ why should I worry? Why should I bother? ഹല്ലേലൂയ. എന്റെ അപ്പൻ എന്റെ അമ്മ എന്നെ നോക്കുന്നതിനേക്കാളും, എന്റെ അപ്പൻ എന്റെ അമ്മ എന്നെ കരുതുന്നതിനേക്കാളും, എന്റെ അപ്പൻ എന്റെ അമ്മ എന്നെ പരിപാലിക്കുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായിട്ടാ കർത്താവ് നമ്മളെ ഇന്ന് വരെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അങ്ങനെ ദൈവത്തെ പിതാവേ എന്ന് അഡ്രസ് ചെയ്യുക മാത്രമല്ല എൻ്റെ പ്രിയരെ, അങ്ങനെ തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്യണമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ പ്രാർത്ഥന ഗുരുവിന്റെ പ്രാർത്ഥനയല്ല, ശിഷ്യന്റെ പ്രാർത്ഥനയെന്ന് നമ്മൾ കാണുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ. ഇവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് അതൊരു ഫാമിലി വേർഡ്, ഹോമിലി വേർഡാണ്. പിതാവേ. എന്റെ പ്രിയരെ, ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു, ഇത് പ്രിപ്പയർ ചെയ്തപ്പോഴും നമ്മൾ ശരിക്കും ആരെയാ വിളിക്കുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ ആരെയാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ദേശക്കാരോ മറ്റ് വ്യക്തികളോ they would never dare to call. It doesn't come to the tip of the tongue. അത് വരില്ല അവർക്ക്. ഹല്ലേലൂയ. നമ്മൾ ആരെയാ? സർവശക്തനായവനെ, യഹോവ ദൈവത്തെ പിതാവേ, അപ്പാ, അപ്പച്ച എന്ന് വിളിക്കുന്ന ആ ഒരു പദവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഗത്സമനയിലും നമ്മൾ കാണുന്നുണ്ടല്ലേ, പിതാവിനോടുള്ള പിതാവേ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവിയെ പലപ്പോഴും നാം മറന്നു പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ അതൊന്ന് ചിന്തിക്കാൻ പോവുക. അല്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവി സാക്ഷാൽ ദൈവമാകുന്ന താൻ മാത്രം അമർത്യമായ, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിപ്പാനായിട്ടുള്ള പദവി. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ നാം ദൈവ മക്കളാണെന്ന് ബോധ്യം നമുക്ക് തരുന്ന ഒരു വഴിയാ ദൈവത്തെ നമുക്ക് പിതാവേ എന്ന് ഒരു മറച്ചുകെട്ടും ഇല്ലാതെ വിളിക്കാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമുക്കതിന് പ്രാഗൽഭ്യം തരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നു, കർത്താവ് എനിക്കതിനുള്ള പ്രാഗൽഭ്യമുണ്ടോ? എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? ഉള്ളങ്ങളിൽ നിന്ന് ഒരു തടസ്സവും കൂടാതെ ദൈവത്തെ അപ്പാ. ഹല്ലേലൂയ. ഈ ബിൽഖുസ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി വനിത തൻ്റെ കൺവേർഷൻ സ്റ്റോറി
ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. അത് ഓൺലൈനിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ബിൽക്കുസ് ഷെയ്ഖ്, ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. അതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. ദൈവം എന്റെ പിതാവായപ്പോൾ. ഇതാണ് അതിന്റെ മലയാളത്തിലുള്ള പുസ്തകത്തിന്റെ പേര്. ദൈവം എന്റെ പിതാവായപ്പോൾ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെങ്കിൽ അത് വായിക്കണം. വളരെ ശക്തമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. എൻ്റെ പ്രിയരെ, ഇവിടെ അപ്പസ്തോലൻ നമ്മളോട് പറയുന്നത് നാമും ദൈവവുമായുള്ള ബന്ധം ഒരു പിതാപുത്ര അല്ലെങ്കിൽ പിതാവും മക്കളും എന്ന ബന്ധമാണ്. ഈ ബന്ധത്തിൽ നിന്നുള്ള കാര്യങ്ങളാ അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കേവലം ദൈവത്തെ എന്തെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള പ്രവൃത്തിയല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. കേവലം എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടി എന്ന രീതിയിലുള്ള പ്രവർത്തികളല്ല. അപ്പൻ മക്കൾ ബന്ധം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൻ മക്കൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ചെയ്യുന്ന ആ ശുശ്രൂഷ, നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്ക് നൽകുന്ന പ്രേരണ, നമുക്ക് നൽകുന്ന ഉൾവിളി, ആ മക്കൾ ബന്ധത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ദൈവമക്കളിൽ കാരണം നമ്മുടെ വിളി അപ്പൻ. ഹല്ലേലൂയ. ഇതാ ഈ നിലയിലായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാസ്റ്റേജിന്റെ അവസാന ഭാഗത്ത് പറയുക, മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഈ ബന്ധത്തിലേക്ക് ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തില് ദൈവത്തിന്റെ സ്നേഹം ഇരിക്കുന്നത്. ഇതും ഈ 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും കണക്ട് ചെയ്ത് വേണം നമ്മൾ ചിന്തിക്കാൻ. 16-ാം വാക്യത്തിൽ പറയുക എന്താ? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇത് രണ്ടും ഒന്നിനൊന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു സ്നേഹബന്ധം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, ദൈവത്തിന്റെ പക്ഷെ സൗണ്ട് കാണുന്നുണ്ട് ഇടയ്ക്ക്. സ്നേഹബന്ധം ഇത് മനസ്സിലാക്കിയ യോഹന്നാൻ 1 യോഹന്നാന്റെ ലേഖനം, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹല്ലേലൂയ,
കാൺമീൻ നാം ദൈവമക്കൾ, അല്ലേ? ഹല്ലേലൂയ. മൂന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യം, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ ആകുന്നു. ഹല്ലേലൂയ. ഇത് രണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം, മക്കൾ എന്ന ആ ബന്ധവും ജോയിൻ ചെയ്ത് ഒന്നിച്ചു ചേർത്ത് യോഹന്നാൻ എഴുതിയിരിക്കുക, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ തരുന്ന ബോധ്യം, ഹല്ലേലൂയ, നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ദൈവമകനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം ഭയത്തിൽ നിന്നല്ല, ദൈവത്തോടുള്ള ബന്ധം സ്നേഹത്തിൽ നിന്നുളവാകുന്ന സ്വാതന്ത്ര്യത്തിലാണ്. മൂന്നാമത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പദവി. ഹല്ലേലൂയ. പിന്നെ ഇത് മാത്രമല്ല, ഇത്രയും കാര്യം നാം ഇപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്നതാണ് എങ്കിൽ, എന്നാൽ ഇനി തുടർന്ന് പറയുന്ന 2 വാക്യങ്ങളിൽ നാം കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങി നിത്യതയിലും തുടരുവാനുള്ള അനുഗ്രഹീതമാകുന്ന ഭാവി പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതാ അതിന്റെ 17-ാമത്തെ വാക്യം, 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. മക്കളെങ്കിലോ അവകാശികൾ. മക്കളാ അവകാശികൾ, മക്കളല്ലെങ്കിൽ അവകാശികളല്ല. നാം നേരത്തെ ചിന്തിച്ചതിൻ്റെ, നാം ദൈവമക്കൾ ആണെങ്കിൽ ദൈവം നടത്തുന്നവർ, അതിന് താഴോട്ട് വരുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അതിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള ഇംപ്ലിക്കേഷനാ ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത് തന്നെ ഗലാത്യ ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ഇനി എൻ്റെ പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ദാസന്മാരല്ല, പുത്രന അവകാശം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ പിഴ എന്ന് പറയുന്നത്, എന്താണ് അവകാശം? പുത്രനാണ് അവകാശം, ദൈവ മക്കളാണ് അവകാശികൾ. പക്ഷെ ബ്രദറെ, എന്താ ഇവിടെ അപ്പസ്തോലൻ പറയുന്ന ഈ അവകാശം? അതൊന്ന് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കി ഇരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും ഈ അവകാശം എന്ന് പറയുമ്പോ ഈ ഭൂമിയിലേക്കുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെ? ഈ ഭൂമിയിലെ എന്തെങ്കിലും ലഭിക്കുന്നതിനേക്കാണ് നമ്മുടെ ഫോക്കസ് പോകും. നമുക്ക് അനാവശ്യമായിട്ടൊരു ചിന്തയുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകളാ, അതുകൊണ്ട് ഞാൻ അതങ്ങനെ എനിക്കിത് ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയ, ദൈവവചനം നമ്മളോട് പറയുന്നത്, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ശരിക്കും എന്തിനാ യോഗ്യര്? ന്യായമായി നമ്മൾ എന്തിനാ അവകാശികൾ? ന്യായമായ നമ്മുടെ അവകാശം മരണമാണ്.
പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ ഞാൻ ഉളവായി, പാപത്തിൽ ഞാൻ ജനിച്ചു. നമ്മളൊക്കെ പുറകോട്ട് നോക്കിയാല് പാപത്തിൽ പിറന്ന് മരണത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന നമ്മളെ, അതായിരുന്നു എൻ്റെ അവകാശം, ഞാൻ അതിനാ യോഗ്യൻ. പക്ഷെ ദൈവം തന്റെ കൃപയാല്, മഹാകരുണയാല്, ഹല്ലേലൂയ, എന്നെ നാട്ടുമുന്തിരിയുടെ കൂടെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കാട്ടുമുന്തിരി ആയിരുന്നു, എന്നെ നാട്ടുമുന്തിരിയോട് കൂടെ ഗ്രാഫ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അവകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ഭൂമിയിലേക്കുള്ളതൊന്നും കയറി വരരുത്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം 1-ന്റെ 4-ാം വാക്യം. ഹല്ലേലൂയ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും നമുക്കൊരു തെറ്റായ ചിന്ത കടന്നു വരാം. സ്വർഗത്തിലുള്ള അവകാശം. പത്രോസ് പറയുക, ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി അതും ഈ അവകാശത്തിനായി നമുക്ക് അങ്ങോട്ട് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് ഇതും ദൈവശക്തിയിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ദൈവശക്തിയിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാ. നമ്മുടെ ബലത്താൽ നമ്മൾ നിൽക്കുന്നൊന്നുമല്ല, ദൈവം നമ്മളെ കീപ്പ് ചെയ്യുന്നോണ്ട് നമ്മൾ നിൽക്കുന്നതാ. അങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവശക്തിയിൽ നമ്മെ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ടാ. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള അവകാശം. സ്വർഗത്തിലുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ഒരു സ്വർഗത്തിൽ എനിക്ക് ഒരുക്കുന്ന ഭവനം, എനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടം, ഹല്ലേലൂയ, സ്വർണ്ണ തെരുവ്, ഹല്ലേലൂയ, എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്. എൻ്റെ പ്രിയരെ, റോമാലേഖനം നമ്മളെ ശക്തമായി, അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ ഒന്നോ, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന കിരീടമോ വീടോ തേജസ്സോ അവിടുത്തെ സ്വർണ്ണത്തെരുവോ ഒന്നും അല്ല. മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുക, ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുക, നമ്മുടെ അവകാശം, നാം ദൈവത്തിന്റെ അവകാശികൾ. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. എന്താ നമ്മുടെ അവകാശം? നാം ദൈവത്തിന്റെ അവകാശികൾ. ദൈവമാ നമ്മുടെ അവകാശം. എന്റെ കർത്താവാണ് എന്റെ അവകാശം. ബ്രദറെ, എനിക്കത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അതൊന്ന് അല്പം സിമ്പിൾ ആയിട്ടൊന്ന് വിവരിക്കാവോ എന്ന് ചോദിച്ചാ ഞാനത് അല്പം കൂടെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പലപ്പോഴും എൻ്റെ പ്രിയരെ, നമ്മൾ ഈ പഴയ നിയമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതില് ഭൗതിക അനുഗ്രഹത്തെ കുറിച്ചാണ്. പുതിയ നിയമത്തില് ആത്മീയ അനുഗ്രഹം, അത് കുറെയൊക്കെ ശരിയുമാണ്. ഹല്ലേലൂയ. എങ്കിലും പഴയ നിയമത്തിലും മറ്റീരിയൽ ബ്ലെസ്സിങ് അല്ലായിരുന്നു എൻ്റെ പ്രിയരെ പ്രാധാന്യം. ഞാൻ വിശദീകരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തില് ഭയങ്കര സമ്പത്തുമായിട്ട് ഒരാള് ഓടിപ്പോയി നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയ കൂട്ടമായിട്ട് ഒരു വടിയും കൊണ്ട് ഓടിപ്പോയതാ. ഇപ്പോൾ മടങ്ങി വരുന്നത് ഒരു വലിയ കൂട്ടമായിട്ടാ, വലിയ സമ്പത്തുമായിട്ടാ ഈ വ്യക്തി മടങ്ങി വരുന്നത്. മടങ്ങി വരുന്ന യാത്രയിൽ കുറെ കഴിഞ്ഞപ്പോ അതിന്റെ സംഗതികളൊക്കെ അങ്ങ് മാറി.
ഗതി മാറി. ദൂതനുമായിട്ട് ഭയങ്കര മല്ലുപിടുത്തമാ. രാത്രിയോളം മല്ല് പിടിച്ചു. എന്നിട്ട് അവസാനം ഈ വലിയ സമ്പത്തുമായിട്ട് വന്ന വ്യക്തി പറയുക, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ആരാ പറയുന്നേ? ഒരു വടിയുമായിട്ട് പോയി വലിയ ഒരു സമ്പത്തുമായിട്ട് തിരിച്ചു വരുന്ന, ഒരു വലിയ ഭൗതിക സമ്പത്തുമായി തിരിച്ചു വരുന്ന പറയാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. എന്റെ പ്രിയരെ, അങ്ങനെയാണ്. എന്താ അനുഗ്രഹം? കുറെ അധ്യായങ്ങൾ അങ്ങ് മുൻപോട്ട് പോകുമ്പോൾ യാക്കോബിന് തന്റെ ജീവിതത്തിൽ വലിയ ദുഃഖമുണ്ടാവുകയാണ്. ബെന്യാമീനെ പ്രസവിച്ചപ്പോ റാഹേൽ മരിച്ചു. ബെന്യാമീന് ബെനോനി, സൺ ഓഫ് പെയിൻ എന്ന് പേരിട്ടു. എന്നാൽ ഗതി മാറിയ യാക്കോബ് പേര് മാറ്റി. ബെനോനി അല്ല, ബെന്യാമീൻ, ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. എന്താ യാക്കോബിൽ സംഭവിച്ചത്? ചിന്താഗതി മാറി. വലിയ സമ്പത്തല്ലേ അനുഗ്രഹം, ചിന്താഗതി മാറി. യാക്കോബിന് ലഭിച്ച ബ്ലെസ്സിങ്, അവന്റെ ചിന്താഗതി മാറി. ഒരാള് വേദന എന്ന് വിളിച്ചപ്പോ യാക്കോബ് വിളിച്ചു, son of my right hand. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് നിൽക്കുമ്പോ ഫറവോൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സായി? യാക്കോബ് പറയുന്നുണ്ട്, എന്റെ പിതാക്കന്മാരുടെ അത്രയും ഒന്നും ആയിട്ടില്ല. എന്നിട്ട് യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നു. എബ്രായത്തിൽ വായിക്കുന്നു, വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കുന്നതിന് തർക്കമുണ്ടോ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്റെ പ്രിയരെ, യാക്കോബിന്റെ ആ കാഴ്ചപ്പാടിൽ ആ കാലത്തെ ഏറ്റവും സമ്പന്നനും സമ്പത്തും സാമ്രാജ്യത്തിന്റെ അധിപനും സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമായ ആ ഫറവോയേക്കാൾ വലിയവൻ ഞാനാണ്. ഈ സമ്പത്തോ ഈ സാമ്രാജ്യമോ ഈ സിംഹാസനമോ ഇതൊന്നുമല്ല അനുഗ്രഹം. ദൈവം എന്നെ ഇസ്രായേലിയതോ അനുഗ്രഹം അല്ലേ എന്റെ പ്രിയരെ? അങ്ങനെ ഒരു സ്വർഗീയ, ഒരു ആത്മീയ ഇസ്രായേല നമ്മൾ ഓരോരുത്തരും. അതല്ല നമ്മുടെ അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ ചിന്താഗതി മാറണം. ഈ ഭൂമിയിലേക്കുള്ളതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കാൻ, ചിന്തിക്കാൻ, ഉയരങ്ങളിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം പ്രിയരെ. ആ നിലയിൽ നമ്മുടെ ചിന്താഗതി മാറണം. ഹല്ലേലൂയ. ചിന്താഗതി മാറിയെങ്കിലേ നാം അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമുക്ക് വാഴാൻ കഴിയുകയുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ. യാക്കോബിനെ നോക്കിക്കേ, വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കുന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ. യാക്കോബ് നോക്കിയപ്പോ ഈ ഫറവോനേക്കാൾ വലിയവൻ ഞാനാ, കാരണം യഹോവയുടെ കൈ എന്റെ മേലാ. ഹല്ലേലൂയ. ഞാനാ ഇസ്രായേൽ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി നമുക്ക് ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാവണം.
ഹല്ലേലൂയ. ഒന്നും ഇല്ലല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ, ഒന്നും ശരിയാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മർമർ ചെയ്യാതെ ദൈവം നമുക്ക് തന്ന വലിയ അനുഗ്രഹത്തെ മനസ്സിലാക്കി ഹല്ലേലൂയ, ആ അനുഗ്രഹിക്കപ്പെട്ടവരായി ഭൂമിയുടെ പരപ്പിൽ ജീവിപ്പാൻ നടപ്പാൻ നമുക്ക് കൃപയുണ്ടാവണം പ്രിയരേ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകത്തിലേക്ക് വന്നാൽ 8-ാം അധ്യായം 18-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ അതൊന്ന് നമുക്ക്, ഞാൻ പഴയ നിയമത്തിലും നമ്മൾ അത് തന്നെയാ കാണുന്നത്. യാക്കോബ് ദൈവഭക്തൻ പറയുക, യഹോവയാണ് എന്റെ അനുഗ്രഹം, സമ്പത്തൊന്നുമല്ല. ഹല്ലേലൂയ. ലേവ്യ പുസ്തകത്തില് അതിന്റെ 18-ാം അധ്യായം 18-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതെന്നങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവരോട് ഈ ലേവ്യരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സഹോദരന്മാരുടെ ഇടയിൽ അവകാശം കൊടുക്കണ്ട. ഹല്ലേലൂയ. ലേവ്യർക്ക്, ദൈവത്തിന്റെ പുരോഹിതന്മാർക്ക്, അവർക്ക് സഹോദരന്മാരുടെ ഇടയിൽ അവകാശം കൊടുക്കണ്ട. എന്താ കാരണം? ഞാൻ തന്നെ അവരുടെ അവകാശം. ഞാൻ തന്നെ അവരുടെ അവകാശം. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, ശിഷ്യത്വത്തിലേക്കുള്ള മക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അവകാശവും കർത്താവാണ്. ദൈവമാ നമ്മുടെ അവകാശം. ഹല്ലേലൂയ. I am their portion. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ അതിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 9-ാം വാക്യത്തിൽ യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവും. യഹോവയുടെ ജനം ദൈവത്തിന്റെ അവകാശമാകുന്നു. അതല്ലേ പാട്ടുകാരൻ പാടുന്നത്? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഇതാ നമ്മുടെ അവകാശം. ഈ ഭൂമിയിലുള്ളതോ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നതോ അതൊന്നും അല്ല എന്ന് പറയുമ്പോൾ അതായിരിക്കരുത് നമ്മുടെ പ്രൈമറി ഫോക്കസ്. 73-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? സങ്കീർത്തനങ്ങൾ 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, 73-ല് അതിന്റെ 25-26 വാക്യങ്ങളിൽ, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ഹല്ലേലൂയ. നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് പ്രവാസത്തിന് പോയി. പ്രവാസത്തിലായിരിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ രചിച്ച വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ എന്റെ ഓഹരി, എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ പ്രിയരെ, പറയാൻ ഇത്രയും റെഫറൻസ് നിങ്ങൾക്ക് പറയാൻ കാരണം, പഴയ നിയമകാലത്ത് പോലും ദൈവമാണ് എന്റെ അവകാശമെന്ന ഭക്തൻ പറഞ്ഞിരുന്നത്. ദൈവമാണ് എന്റെ അവകാശമെന്ന് പഴയ നിയമത്തിലും ഭക്തനും പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ പ്രിയരെ, സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന വീടോ കിരീടമോ, ഇവിടെ കിട്ടാൻ പോകുന്ന വീടോ കാറോ ഒന്നുമല്ല, ദൈവം തന്നെ ആയിരിക്കണം നമ്മുടെ അവകാശം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്നത്തെ മോഡേൺ സ്വർഗത്തിനെ കുറിച്ചുള്ള വിവരണം പറയുന്നവരൊക്കെ പറയുന്നത് പോലെ, പണ്ടൊരു പുസ്തകത്തിലല്ല, ഒരു യൂട്യൂബിലെ വീഡിയോ റീൽസ് ഞാൻ വായിച്ചത് കണ്ടതാണ്. സ്വർഗത്തിലെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. കർത്താവിന്റെ ഒപ്പം ഹോംസ് ബോട്ടിൽ യാത്ര ചെയ്തു, കരിമീൻ വറുത്തത് കഴിച്ചു. നിങ്ങളും കേട്ട് കാണും, വായിച്ചു കാണും. സ്വർഗത്തിൽ ചെന്നപ്പോ കർത്താവിന്റെ ഒപ്പം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു, കരിമീൻ വറുത്തത് കഴിച്ചു. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മുടെ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ അവകാശമെങ്കിൽ, ഇവിടെയുള്ള ജനങ്ങളും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ആരെങ്കിലും ഈ ദേശം, നമ്മൾ വന്ന് പാർക്കുന്ന ദേശത്തെ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ, ഞാനത് എന്താന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ചിന്താഗതി ചോദിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ ഹൗസ് ബോട്ടിൽ. പണ്ടൊരു വ്യക്തി, നിങ്ങൾക്ക് ഭൂമിയിൽ ഇത്രയും മുഴുത്ത മാങ്ങയല്ലേ കിട്ടുള്ളൂ, അവിടെ ഇത്രയും വലിയ മാങ്ങ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ചില പെന്തക്കോസ്റ്റുകാര് സ്വർണം ഉപേക്ഷിച്ച്, ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ സ്വർണ്ണ തെരുവുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇപ്പൊ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഈ കഷ്ടം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെന്നാലും ചിന്ത ഇതാ, ആത്മാവിന്റെ ആൾക്കാരെന്ന അവരങ്ങോട്ട്, ഞങ്ങൾ പെന്തക്കോസ്റ്റുകാർ ആത്മാവിന്റെ ആൾക്കാർ. സോ പത്തറ്റിക്. ഞാൻ ചിന്തിക്കും, എത്ര അധപതിച്ചു പോയി നമ്മള്. ഹല്ലേലൂയ. എത്ര അധപതിച്ചു പോയി. ദൈവമാണ് നമ്മുടെ അവകാശം. ഹല്ലേലൂയ. ദൈവമായിരിക്കണം നമ്മുടെ അവകാശം. ഹല്ലേലൂയ. റോമാലേഖനം 8:17 ഞാൻ വീണ്ടും വായിക്കുക. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാനൊന്ന് വായിക്കാം. 17-ാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ കൂട്ടവകാശികൾ എന്നുള്ളത് അന്നേ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, 17-ാം അധ്യായം 24-ാം വാക്യേ നിങ്ങൾ കേട്ടോളൂ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ള അവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കേണ്ടിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അവകാശത്തിന്റെ പങ്കാളികളാകാനുള്ള കോള എൻ്റെ പ്രിയരെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്, കർത്താവേ, പിതാവേ, അവരും എൻ്റെ കൂടെ ഇരിക്കണേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ, അത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടേതും അങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ പ്രിയരെ. ദൈവം അതിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല. നീയാണ് എൻ്റെ അവകാശം. What do I need? What else do I need? കർത്താവിന്റെ അവകാശം. അതിനുള്ള കണ്ടീഷനാ അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, 17-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് ക്ലോസ്. അതിനുള്ള കണ്ടീഷനാ, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അതിന്റെ കണ്ടീഷൻ എന്താ? നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ
അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അതിന്റെ കണ്ടീഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കിന്ന് ചിന്തിക്കാനായിട്ട് സമയമില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, കർത്താവാണ് എൻ്റെ അവകാശമെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വേറെ എന്താ വേണ്ടത്? അതിൽ കുറഞ്ഞത് നമുക്ക് എന്താ എൻ്റെ പ്രിയരെ? ഹല്ലേലൂയ. അപ്പാ പിതാവേ, അപ്പാ എന്ന് വിളിപ്പാനായിട്ടുള്ള പദവി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ അവകാശമാണ്. എൻ്റെ പ്രിയരെ, നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിന്റെ അവകാശമാണ്. ഹല്ലേലൂയ. അത് നമ്മളെ ഭരിക്കണം, അറിയാം. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഇപ്രകാരം പാടി, എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കേൾക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഈ ഒരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് എപ്പോഴും ആയിരിക്കാം. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിലേ ഏത് സാഹചര്യത്തിന്റെ മുന്നിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവസാന ശ്വാസം വരെ അസമാധാനത്തിലായിരിക്കും നമ്മുടെ ജീവിതം. നമുക്ക് ഈ ഭൂമിയിലെ ഒന്നിനെ കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ